വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാദമി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഒന്ന് ലേറ്റ് ആയി പോയത്. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കാം, ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആണ്, അതും സംബന്ധിച്ചിട്ടുള്ള കുറച്ച് Q&A ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which branch of biotechnology focuses on artificial manipulation of DNA to introduce new traits? എന്താണ്? ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്? എന്തായിരിക്കും? ആർട്ടിഫിഷ്യൽ മാനിപ്പുലേഷൻ ഓഫ് DNA. DNA എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായിരിക്കും വരിക? യെസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്, ഓഫ് കോഴ്സ്, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. Then the ability of recombinant DNA, rDNA technology to function across different species is based on complexity of the genome, size of the DNA, and then universality of the genetic code, then type of bioreactor used. Ability of recombinant DNA ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫംഗ്ഷൻ അക്രോസ് ഡിഫറെന്റ് സ്പീഷീസ് ബേസ്ഡ് ഓൺ എന്ത് ബേസ് ചെയ്തിട്ടാ? കോംപ്ലക്സിറ്റി ഓഫ് ജീനോം ആണോ, അല്ലെങ്കിൽ ആ DNA സൈസ് ആണോ, അല്ലെങ്കിൽ ജനറ്റിക് കോഡിന്റെ യൂണിവേഴ്സാലിറ്റി ആണോ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഏത് ബയോറിയാക്ടർ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണോ? എന്തായിരിക്കും? എന്തായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, യെസ്, ഓപ്ഷൻ സി, വെരി ഗുഡ്. യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ജനറ്റിക് കോഡ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Restriction enzyme are often refers to as എന്താ restriction enzyme? Molecular glue, molecular vehicle, then molecular scissors, and then molecular markers. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്, വേഗം ആൻസർ ചെയ്യണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും വരിക? റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ്? യെസ്, 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 വേഗം കമന്റ് ചെയ്യൂ, വേഗം. യെസ്, മോളിക്കുലർ സിസേഴ്സ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അനുപ്രിയ, നമിത, ബിന്ദുജ, നവ്യ, ഓക്കെ, പ്രവീണ, ചിപ്പി, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Then next question, which type of enzyme remove nucleotides specifically from the end of the DNA strand? End എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. End of DNA strands. ഏത് ടൈപ്പ് ഓഫ് എൻസൈം ആണ്? DNA എൻഡിൽ നിന്ന്, DNA strands എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡ് സ്പെസിഫിക്കലി അല്ലേ. എൻഡോന്യൂക്ലിയസ്, DNA ligase, exonuclease, then DNA polymerase. ഏതായിരിക്കും? എൻഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. DNA strands എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയോടൈഡ്സിന് അല്ലേ. ഏത് എൻസൈം ആണ്? വേഗം വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ, വേഗം വേഗം. എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്, വേഗം വേഗം. ജസ്റ്റ് മിനിറ്റ്. ഓഡിയോ ഓക്കെ ആണല്ലോ അല്ലെ? എന്തെങ്കിലും എക്കോ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും നമ്മുടെ ആൻസർ? എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി, എക്സോന്യൂക്ലിയസ് ആണ്. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. The specific DNA sequence recognized by a restriction endonuclease is called, എന്ത് പറയും? Promoter sequence, then palindromic sequence, then terminator sequence, then origin of replication. എന്തായിരിക്കും? The specific DNA sequence recognized by a restriction endonuclease. എന്താ? പ്രൊമോട്ടർ സീക്വൻസ് ആണോ, അല്ലെങ്കിൽ പാലിൻഡ്രോമിക് ടെർമിനേറ്റർ സീക്വൻസ് ആണോ, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണോ? എന്തായിരിക്കും? യെസ്, യെസ്, ഓപ്ഷൻ ബി, പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. ഓക്കെ, ബിന്ദുച്ച, ശ്രീലക്ഷ്മി,
Amira, okay. Which enzyme is responsible for joining DNA fragments by forming phosphodiester bond? Tachypolymerase, restriction endonuclease, DNA ligase, then lysozyme. ഏത് എൻസൈം ആണ് ജോയിനിങ് DNA ഫ്രാഗ്മെന്റ്സിന്റെ ജോയിൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ? ആരാ? ടാക്യുപോളിമറേസ് ആണോ, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണോ, DNA ലിഗേസ് ആണോ, ലൈസോസൈം ആണോ? വേഗം ഒന്ന് കമന്റ് ചെയ്യാ. യെസ്, എന്താണ്? ആരാ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? യെസ്, DNA ligase is responsible for joining DNA fragments by forming phosphodiester bond. Okay, DNA ligase ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. Then next നോക്കാം. Tachypolymerase is used in PCR. നമുക്കറിയാലേ polymerase chain reaction യൂസ് ചെയ്യുന്നതാണ്. Is isolated from which thermophilic bacterium? എവിടെന്നാ ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത്? Escherichia coli, Thermus aquaticus, then Bacillus subtilis, then Agrobacterium tumefaciens. ഏതെന്നാ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, പേരിൽ തന്നെ ഉണ്ട്, അധികം നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. യെസ്, തെർമസ് അക്വാട്ടിക്കസ് അല്ലെ, തെർമസ് അക്വാട്ടിക്കസ് എന്നാണ് അല്ലെ. അത് തെർമോഫിലിക് ബാക്ടീരിയമായ തെർമസ് അക്വാട്ടിക്കസ് എന്നാണ് നമ്മൾ PCR യൂസ് ചെയ്യുന്ന ടാക്യുപോളിമറേസ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ദെൻ the origin of replication എല്ലാവർക്കും അറിയാം അല്ലെ, ORI in the cloning vector primarily control. Option A, antibiotic resistance. Option B, the copy number of linked DNA. And the color, option C പറയുന്നത് the color of the colonies. And option D, speed of electrophoresis. The speed of electrophoresis എന്തായിരിക്കും? ORI in cloning vector primarily controls antibiotic resistance ആണോ, അല്ലെങ്കിൽ കോപ്പി നമ്പർ ഓഫ് ദ ലിങ്ക്ഡ് DNA ആണോ, അല്ലെങ്കിൽ കോളനീസിന്റെ കളർ ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോഫോർസസ് സ്പീഡ്? എന്താണ്? Yes, option B, the copy number of the linked DNA. Then next നോക്കാം. Which of the following is used as a selectable marker in the PBR 322 vector? ഏതാണ്? LAC-Z gene, DNA ladder, ampicillin resistance gene, then ethidium bromide. Simple question ആണ് കേട്ടോ. Selectable marker PBR 322 വെക്ടറിൽ ഏതാണ്? LAC-Z ജീൻ ആണോ, DNA ലാഡർ ആണോ, അല്ലെങ്കിൽ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ആണോ, ഇത്തിഡിയം ബ്രോമൈഡ് ആണോ? വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഏകദേശം ഒരു 30 ആൾക്കാരോളം കാണുന്നുണ്ട് അല്ലെ, 25 ആൾക്കാരോളം കാണുന്നുണ്ട്. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ആയിക്കോട്ടെ, വേഗം ആൻസർ ഒന്ന് കമന്റ് ചെയ്യാ. യെസ്, ആംഫിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, ഓപ്ഷൻ സി. Okay, then next നോക്കാം. In blue-white screening, what does a white colony indicate? Blue-white screening white colony എന്താണ്? നോൺ റീകോമ്പിനന്റ് സെൽ ആണോ, അല്ലെങ്കിൽ റീകോമ്പിനന്റ് സെൽ വിത്ത് an insert ആണോ, അല്ലെങ്കിൽ ഡെഡ് ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ ഹൈ കോപ്പി നമ്പർ? എന്തായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. In blue-white screening, what does white colony indicate? എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോൺ റീകോമിനന്റ് സെൽ ആണോ, അല്ലെങ്കിൽ റീകോമിനന്റ് സെൽ വിത്ത് ഇൻസേർട്ട് എന്നാണോ, അല്ലെങ്കിൽ ഡെഡ് ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ ഹൈ കോപ്പി നമ്പർ ആണോ? എന്തായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ആയിക്കോട്ടെ. യെസ്, എന്താണ്? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓക്കെ, നവ്യ, ശ്രീലക്ഷ്മി, ദിവ്യ, ചിപ്പി, വെരി ഗുഡ്. റീകോമിനന്റ് സെൽ വിത്ത് ആൻ ഇൻസേർട്ട്. Then which vector is hybrid between a plasmid and phage DNA and carry up to 45 kb? BAC, YAC, cosmid, PBR 322. ഏത് വെക്ടർ ആണ്? Which vector hybrid between plasmid and phage DNA? അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ, plasmid and phage DNA and carry up to 45 kb. എന്താണ്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ. ആൻസർ നമുക്ക് അതിനുശേഷം നോക്കാം. തെറ്റാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തിരുത്താലോ. അപ്പോ ഇനിയിപ്പോ എന്റെ തെറ്റുത്തരം ഇനി ഇവർ കണ്ടാൽ എന്ത് വിചാരിക്കും? അങ്ങനെയൊന്നും കരുതണ്ട. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു അവസരമാണ് അല്ലെ. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഓപ്ഷൻ സി. രാധിക, വേറെ ആരും കമന്റ് ചെയ്തിട്ടില്ലല്ലോ. ഗായത്രി, ഓക്കെ.
ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലേ? ഓക്കെ, എല്ലാവരും ഇനിയിപ്പോ ജയിലിലെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അല്ലെ? എക്സാം ഡേറ്റ് വന്നത് അറിഞ്ഞു കാണുമല്ലോ അല്ലെ? ഒക്ടോബർ 3-നാണ് എക്സാം. അപ്പൊ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അല്ലെ? കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു എല്ലാവരും? സോറി, കൺഫർമേഷൻ കൊടുത്തു എല്ലാവരും? ലാസ്റ്റ് ടൈമിലോട്ട് നീട്ടി വെക്കരുത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ എങ്ങാനും മറന്നുപോയാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തോ? ജയിലിലെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞായിരുന്നോ? എല്ലാരും കൊടുത്തോ? അല്ല ഞാൻ ലാസ്റ്റ് ദിവസമേ കൊടുക്കുള്ളൂ, അങ്ങനെയാണോ? കൊടുത്തു കഴിഞ്ഞോ? നമുക്ക് ഒക്ടോബർ 3-നാണ് എക്സാം. സാറ്റർഡേ ആണ് എക്സാം വരുന്നത്. ഇപ്പൊ കറക്റ്റ് നമ്മുടെ കയ്യിൽ ഒരു 2 മാസമാണ് ഇനി ഉള്ളത്. ഓക്കെ, അപ്പൊ അത് 2 മാസം കഷ്ടപ്പെട്ടാൽ മതി. ആ ഒരു ഓണമാണ്, എനിക്കറിയാം ഓഗസ്റ്റിൽ ഓണം വരുന്നുണ്ട് അല്ലെ? വെക്കേഷൻ ആണ്. കുട്ടികളും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യണ സമയമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇപ്പോ നമ്മളൊന്ന് കുറച്ച് സാക്രിഫൈസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാം. ഓക്കെ, നമുക്ക് ആഘോഷങ്ങൾ വേണ്ടെന്നല്ല, ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് ആവില്ല, മനുഷ്യന്മാരാണല്ലേ നമ്മളെല്ലാവരും. അപ്പൊ കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്യാം, ബാക്കി സമയം ഫുൾ ടൈം എൻജോയ്മെന്റ് വെക്കാണ്ട് പഠിക്കുക. ഓക്കെ, ആരോ കൊടുത്തിട്ടില്ലാന്നോ? ദിവ്യ. ഓക്കെ ഓക്കെ, നമ്മള് റിവിഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, റിവിഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി തന്നെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ റിവിഷനിലോട്ട് കടക്കുവാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? നമ്മൾ പഠിച്ചത് ഓർത്തെടുക്കുന്ന ഒരു സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കണം. അപ്ലോഡ് ചെയ്ത ക്ലാസ്സിന്റെ ടെസ്റ്റ് പേപ്പർ, ഷുവർ ഷോട്ട്സ്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീക്ക്ലി ടെസ്റ്റ് അല്ലെ? നമുക്കിവിടെ നോക്കിയാൽ കാണാം ആരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ചിലർ ചുമ്മാ ടെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 അറ്റൻഡ് ചെയ്ത് പോയിട്ട് ഫെയിൽഡ് എന്ന് കാണിക്കും അല്ലെ? നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പേരും ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇനി ഉഴപ്പരുത്, കാരണം നമുക്ക് സമയമില്ല. അപ്പൊ എല്ലാവരും ഇത്ര നാളും കൺഫർമേഷൻ വരട്ടെ, അപ്പൊ ഞാൻ പഠിക്കും, എനിക്ക് അപ്പോഴേ ഒരു ചൂട് വരുള്ളൂ, തലേദിവസം പഠിച്ചാലേ എനിക്കൊരു ഇതുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ നമ്മള് പണ്ടത്തെ പോലെ കോളേജിലും അങ്ങനെയൊന്നും അല്ല, സ്കൂളിലൊന്നും അല്ല പഠിക്കുന്നത് അല്ലേ? നമുക്ക് നമ്മളൊരു ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നമുക്ക് പഠിക്കാൻ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുക. ഇപ്പൊ കോളേജിലാണെങ്കിലും എന്താ സ്കൂളിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ, ചിലപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, ഡെയിലി പഠിക്കാറൊന്നുമില്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും നമ്മൾ എക്സാം വരുമ്പോൾ മാത്രം അല്ലേ? പക്ഷെ അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാം. ഒരു എസ്സേ നമുക്ക് എന്താണ് പറയാ, എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ ആ ഒരു കറക്റ്റ് കാര്യത്തിന് ചുറ്റിപ്പറ്റിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും, നെഗറ്റീവ് മാർക്കും ഇല്ല. പക്ഷെ അതുപോലെയാണ് ഇവിടെ, കറക്റ്റ് ആ ഒരു ഡയറക്റ്റ് ആയിട്ടായിരിക്കും അല്ലെ? ആ ഒരു ക്വസ്റ്റ്യന് അത് മാത്രമായിരിക്കും ആൻസർ, അല്ലാതെ അതിനെ പറ്റിയിട്ട് ചുറ്റുള്ള കാര്യങ്ങളൊന്നും എഴുതി വെച്ചാൽ നമുക്ക് എസ്സേ 4 മാർക്കിന്റെ എസ്സേക്ക് 1 മാർക്ക് പോലും അങ്ങനെയല്ല അല്ലെ? കറക്റ്റ് മാർക്കാണ്, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. റിവിഷനിലോട്ട് കിടക്കണേക്കാൾ മുന്നേ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ അറ്റ്ലീസ്റ്റ് ആ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെങ്കിലും ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് റിവിഷനിലോട്ട് കിടക്കാം. റിവിഷൻ എന്ന് പറയുമ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുന്നതാണ്. ഒരു ദിവസം നമുക്ക് 3, 4, 5 ക്ലാസ്സുകൾ തരും. അതിനെ സംബന്ധിച്ചുള്ള റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പഠിച്ച് തീർന്നാൽ മാത്രമേ റിവിഷന്റെ ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട്, ഇപ്പൊ ഒരു മണിക്കൂറിന്റെ ലൈവിൽ നമ്മൾ 4-5 ക്ലാസ്സിന് സമ്മപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ അല്ലെ? 1 മണിക്കൂറിന്റെ ക്ലാസ് 1 മണിക്കൂർ തന്നെ എടുത്തിട്ട് നമുക്ക് ലൈവ് എടുക്കാൻ കഴിയൂല, എല്ലാം കൂടെ സമ്മപ്പ് ചെയ്തിട്ടേ പറയുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആപ്പിൽ എഡ്യൂസ് അക്കാദമിയിൽ നിങ്ങൾ ആപ്പിൽ കാണുക, എത്ര സമയം എടുത്തിട്ടാണെങ്കിലും കണ്ടു തീർക്കുക. കാരണം ഇനി 2 മാസേ ഉള്ളൂ നമുക്ക്. ഓക്കെ, ഈ മാസം ഇപ്പൊ ജൂലൈ 27 അല്ലെ? 27 ആയി, തീർന്നു. ജൂലൈ തീർന്നു. ഓഗസ്റ്റിൽ പറഞ്ഞ പോലെ എല്ലാ ഫെസ്റ്റിവലും ഒക്കെ പല തിരക്കുകളുണ്ട്. സെപ്റ്റംബർ, പിന്നെ ഒക്ടോബർ എന്ന് പറയാനില്ല. ഒക്ടോബർ 1 3-നാണ് എക്സാം. അപ്പൊ അതുകൊണ്ട് ഇനി കളിക്കരുത്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, then next നോക്കാം. What is the maximum insert size typically carried by a yeast artificial chromosome? YAC. 10 kb, 20 kb, 45 kb, then 1 MB. എത്രയാണ്? ഏതാണ് മാക്സിമം ഇൻസേർട്ട് സൈസ് വരുന്നത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോമിന്റെ? YAC. എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി 1 MB ആണ്. Which vector would be most suitable for cloning a very large DNA fragment of 200 kb?
plasmid, bacteriophage lambda, then bacterial artificial chromosome BAC, then PBR322. Which vector would be most suitable? Cloning very large fragment, that is 200 kb ഒക്കെ വരുന്നത്. Plasmid, bacteriophage lambda, bacterial artificial chromosome BAC, PBR322. വേഗം, ഇത് സിമ്പിൾ ആണ്, ഇതെല്ലാവരും ആൻസർ ചെയ്യണം. ഏതായിരിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, വേഗം 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 ഒന്ന് കമന്റ് ചെയ്യാ. യെസ് യെസ്, ഓക്കെ ഓക്കെ, യെസ്, ഓപ്ഷൻ സി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. Then primary purpose of an expression vector, simple question ആണ് അല്ലേ? Just to make a many copies of DNA, to produce a protein encoded by the gene, and to isolate DNA from the gel, and to maintaining DNA stability only. എന്നാണ് എക്സ്പ്രഷൻ വെക്ടറിന്റെ പ്രൈമറി പർപ്പസ്. മെനി കോപ്പീസ് ഓഫ് DNA ആണോ, അല്ലെങ്കിൽ പ്രോട്ടീൻ എൻകോഡഡ് ബൈ ജീൻ ആണോ, അല്ലെങ്കിൽ ജെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു DNAയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രം? എന്താണ് എക്സ്പ്രഷൻ വെക്ടർ പ്രൈമറി പർപ്പസ്? എന്താണ്? യെസ്, ടു പ്രൊഡ്യൂസ് ദ പ്രോട്ടീൻ എൻകോഡഡ് ബൈ ദ ജീൻ. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ്. Then which component is essential for an expression vector but not necessary? Not necessary for the simple cloning vector. Origin of replication, multiple cloning site, promoter, selectable marker. ഏത് കമ്പോണന്റ് ആണ് essential for an expression vector? essential ആണ് ഏതിലെ? എക്സ്പ്രഷൻ വെക്ടറിൽ. പക്ഷെ സിമ്പിൾ ക്ലോണിംഗ് വെക്ടറിൽ നോട്ട് നെസസറി ആണ്. ORI അല്ലെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണോ, മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ് ആണോ, പ്രൊമോട്ടർ ആണോ, സെലക്ടബിൾ മാർക്കർ ആണോ? എന്തായിരിക്കും? എന്തായിരിക്കും? വേഗം 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 ഒന്ന് കമന്റ് ചെയ്യാം. യെസ്, സിംഗിൾ ക്ലോണിംഗ് വെക്ടറിൽ എന്താണ്? പ്രൊമോട്ടർ. ഓക്കെ. Then next നോക്കാം. In gel electrophoresis, DNA fragments migrates towards എങ്ങോട്ടായിരുന്നു? എവിടെ നിന്ന് എങ്ങോട്ടാ പോവാ? ആനോഡ് ടു കാഥോഡ് ആണോ, കാഥോഡ് എങ്ങനെയാണ്? നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, സെൻട്രിഫ്യൂജ് ട്യൂബ്, റൈസർ. മൂവിങ് മൈഗ്രേറ്റ് ടുവാർഡ്സ് ദ എന്നാ ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ടുവാർഡ്സ് ദ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്, എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ ബി, പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്. Then DNA fragments are separated in gel based on എന്തിന്റെ ബേസിലാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ചാർജ് ഓൺലി, സൈസ്, കളർ, ടെമ്പറേച്ചർ. ജെല്ലില് DNA ഫ്രാഗ്മെന്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ചാർജിന്റെ ബേസിലാണോ, സൈസിന്റെ ബേസിലാണോ, കളറിന്റെ ബേസിലാണോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണോ? എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ ബി, സൈസ്. ഓക്കെ. Then which substance is used to stain DNA so it can be viewed under UV light? Bromothymol blue, ethidium bromide, lysozyme, agarose. ഏത് സബ്സ്റ്റൻസ് ആണ് യൂസ് ടു DNA സ്റ്റെയിൻ ചെയ്യുക അല്ലേ? അത് UV ലൈറ്റിന്റെ അണ്ടറിൽ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി. ബ്രോമോതൈമോൾ ബ്ലൂ ആണോ, എത്തിഡിയം ബ്രോമൈഡ് ആണോ, ലൈസോസൈം ആണോ, അഗാറോസ് ആണോ? വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യാ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? യെസ് യെസ് യെസ്, വെരി ഗുഡ്. എത്തിഡിയം ബ്രോമൈഡ്, ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാവരും ബി തന്നെയാണ്. ഫാത്തിമ, നഴുമ്യ. ഓക്കെ ഓക്കെ. Then next question നോക്കാം. What is the name of the process where a desired DNA bands is cut out and extracted from gel? Cut out and extracted from gel. Annealing, elution, denaturation, ligation. എന്താ പ്രോസസ്സാ? ഡിസൈഡ് DNA bands extracted, cut out and extracted from gel. ആ ഒരു പ്രോസസ്സിനെ എന്ത് പറയും? എന്ത് പേരിട്ട് വിളിക്കും? അനിൽ എന്ന് വിളിക്കോ, എല്യൂഷൻ എന്ന് വിളിക്കോ, ഡിനാച്ചുറേഷൻ എന്ന് വിളിക്കോ, ലിഗേഷൻ എന്ന് വിളിക്കോ? എന്ത് വിളിക്കും? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? യെസ്, എല്യൂഷൻ. ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Agarose. Agarose is used in gel electrophoresis is derived from എവിടുന്നാ ഡിറൈവ് ചെയ്തിട്ടുള്ള? അഗാറോസ്. ബാക്ടീരിയ, സീവീഡ്സ്, അനിമൽ സെൽസ്, ഫംഗൈ. അഗാറോസ് എവിടുന്നാ ഡിറൈവ് ചെയ്തിട്ടുള്ളത്? യെസ്, എവിടുന്നാണ്? എവിടുന്നാണ്? സീവീഡ്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. Then next നോക്കാം. Who developed PCR techniques in 1983?
Herbert Boyer, Carey Mullis, then Werner Arber, then Daniel Nathans. ആരാ ഡെവലപ്പ് ചെയ്തത് PCR ടെക്നിക്? 1983 ഡെവലപ്പ് ചെയ്തത് ഓപ്ഷൻ ബി കാരി ബി മുള്ളീസ് ആണ്. 1993 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. 83 ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് 3-step in PCR cycle? Annealing, denaturation and extension, extension, annealing and denaturation, denaturation, annealing and extension, denaturation, extension and annealing. ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? അത് നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നു അല്ലേ? അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് വരിക? എന്തായിരിക്കും വരിക? യെസ്, ഡിനാച്ചുറേഷൻ ചെയ്യുന്നു. അത്രയൊരു ഹൈ ടെമ്പറേച്ചറിൽ ആ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഡിനാച്ചുർ ചെയ്യുന്നു. അതിനുശേഷം അനിലിംഗ് അല്ലെ, അനിലിംഗ് ചെയ്യുന്നു. അനിലിംഗ് ചെയ്തതിനു ശേഷം അവിടെ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്, ഒരു 50 to 60 ആ ഒരു റേഞ്ചാണ് വരിക. പിന്നെ എക്സ്റ്റൻഷൻ പറയുമ്പോൾ കുറച്ചുകൂടി ടെമ്പറേച്ചർ വരും. അനിലിംഗ് ആ ഒരു സ്റ്റെപ്പിലാണ് ഈ പ്രൈമർ ഒക്കെ അറ്റാച്ച് ചെയ്തത് കോംപ്ലിമെന്ററി ആയിട്ട്. അവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയല്ലോ, പിന്നെ വീണ്ടും കോംപ്ലിമെന്ററി പ്രൈമർ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ പുതിയ സ്റ്റാൻഡ്സ് ഒക്കെ വരുന്നത് ആ ഒരു ാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. Then the step PCR where primer bind to the template DNA is called denaturation, elution, annealing and downstream processing. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ, PCR ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, നമ്മൾ ആ സ്റ്റെപ്പ് മൊത്തം പറഞ്ഞതേ ഉള്ളൂ. ഏത് സ്റ്റെപ്പിലാണ് ഈ പ്രൈമർ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ ബൈൻഡ് ചെയ്തത്? ഡിനാച്ചുറേഷനിലാണോ, എല്യൂഷനിലാണോ, അനിലിംഗ് ആണോ, ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ആണോ? എപ്പോഴാണ്? യെസ്, ഓപ്ഷൻ സി അനിലിംഗ് ആണ്. ഡിനാച്ചുറേഷൻ നമ്മൾ പറഞ്ഞു ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണെന്നാണ് പറഞ്ഞു അല്ലെ, ഹൈ ടെമ്പറേച്ചറിൽ. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഡസ് എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് ഓഫ് PCR typically occur? 94 to 98, 50 to 65, 70 to 37. 94 to 98 എന്ന് പറയുമ്പോൾ ഒരു ഡിനാച്ചുറേഷൻ ആ ഒരു ടൈമിലാണ്. 50 to 65 എന്ന് പറയുമ്പോൾ അനിലിംഗ് ആണ്. 37 എന്തായാലും അല്ല അല്ലെ, 72 ആണ്. ഓപ്ഷൻ സി അതാണ് എക്സ്റ്റൻഷന്റെ സ്റ്റെപ്പിന്റെ ടെമ്പറേച്ചർ വരുന്നത്. Okay, option C. Then the formula calculate the number of DNA copies after n cycle of PCR. N square 2n 2 raised to n then n plus 2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുല കാൽക്കുലേറ്റ് നമ്പർ ഓഫ് DNA copies. n cycle of PCR ആണെങ്കിൽ എത്രയാണ് DNA copies? നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് DNA copies എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാ, വേഗം ആയിക്കോട്ടെ. യെസ്, ഓപ്ഷൻ സി 2 raised to n. Okay, then what are DNTP in the context of PCR? Enzymes, primers, building blocks, ATGC, then buffer solution. എന്തായിരിക്കും? What are the DNTP in the context of PCR? Enzymes, primers, building blocks, ATGC and buffer solution. എന്തായിരിക്കും? Yes, option C, building blocks, ATGC. Then which bioreactor is most commonly used in industry and features a mechanical stirrer? Airlift bioreactor, stirred tanker bioreactor, static bioreactor, then petri dish. ഏത് ബയോറിയാക്ടർ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി, ഫീച്ചേഴ്സ് മെക്കാനിക്കൽ സ്റ്റിറർ? എന്തായിരിക്കും? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, stirred tanker bioreactor. Then in stirred tank bioreactor, the spagger is used for mixing nutrients, aeration bracket air bubbles, then controlling pH, breaking cells. എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സ്പാഗർ എന്തിനാ യൂസ് ചെയ്യുന്നത്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, എന്തിനാണ്? എയറേഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, വെരി ഗുഡ്. Then which bioreactor is ideal for sensitive cell because it produces less shear stress? Stirred tank bioreactor, airlift bioreactor, industrial fermenter, then autoclave. ഏത് ബയോറിയാക്ടർ ആണ് സെൻസിറ്റീവ് സെൽ, ഇത് പ്രൊഡ്യൂസ് ലെസ് ഷിയർ സ്ട്രെസ്? ഏതായിരിക്കും? ഓപ്ഷൻ യെസ് ബി, എയർലിഫ്റ്റ് ബയോറിയാക്ടർ.
Then next നോക്കാം. Mixing an airlift bioreactor occur due to mechanical impeller, density differences, then magnetic bars, then manual shaking. Mixing in an air bioreactor occurs due to mechanical impeller ആണോ, density differences ആണോ, magnetic bars ആണോ, അല്ലെങ്കിൽ manual shaking? എന്തായിരിക്കും? എന്തായിരിക്കും? Yes. Yes, option B, density differences. Option B ആണ്. Okay, very good. What is the final stage of biotechnology process that involve purification and quality testing? എന്താണ് final stage? Upstream processing, downstream processing, gene cloning, PCR amplification. Purification and quality testing അല്ലേ? What is the final stage? എന്തായിരിക്കും? Yes, downstream processing. Option B. Okay, option B ആണ്. Okay, very good. Which enzyme is used to break open bacterial cells for DNA isolation? ഏത് enzyme ആണ് യൂസ് ചെയ്യുന്നത്? Protease, lysozyme, RNase, ligase. Used to break open bacterial cell. എന്തിനാ? DNA isolation അല്ലേ? എന്താണ്? ഏത് enzyme ആണ്? Protease ആണോ, lysozyme ആണോ, RNase ആണോ, ligase ആണോ? Yes. Yes, option B, lysozyme ആണ്. Okay. Okay, option B. Okay, Fatima. And okay, very good. Gayatri. Okay. During DNA isolation, which enzyme is used to remove RNA contamination? DNA isolation le ഏത് enzyme ആണ് RNA contamination remove ചെയ്യാൻ? Protease, DNase, RNase, then cellulase. ഏത് enzyme ആണ്? ഏത് enzyme ആണ്? During DNA isolation ഏത് enzyme ആണ്? ഏത് enzyme ആണ്? Protease, DNase, RNase, cellulase. Yes, RNase, option C. Okay, very good. Then insertional inactivation. എന്താണ് insertional inactivation? Is a technique used to speed up PCR, identify recombinant colonies, and sterilize bioreactor and isolate DNA fragments. Insertional inactivation എവിടെ കേട്ടിട്ടുള്ളേ? എവിടെ കേട്ടിട്ടുള്ളേ? Yes, identify recombinant colonies. Option B. Then the riser and downcomer are components of which device? Gel tank, PCR machine, airlift bioreactor, then PBR 322 vector. Riser and downcomer ഏത് ഡിവൈസിന്റെ കമ്പോണൻസ് ആണ്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. ഏത് ഡിവൈസിന്റെ കമ്പോണൻസ് ആണ്? Yes, option C, airlift bioreactor. Then next നോക്കാം. Which of the following is not a core requirement for a cloning vector? Origin of replication, larger size, over 1000 kb, then selectable marker, then multiple cloning site. Which of the following is not a core requirement? Not എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? Not a core requirement for not ആണ്. അപ്പൊ എന്താണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണോ, ലാർജർ സൈസ് 1000 kb ആണോ, സെലക്ടബിൾ മാർക്കർ ആണോ, മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്? എന്താണ് ക്ലോണിംഗ് വെക്ടറിന്റെ കോർ റിക്വയർമെന്റ് അല്ലാത്തത്? യെസ്, ലാർജർ സൈസ്. ഓക്കെ, ഓവർ 1000 kb. Then the process of introducing rDNA into a host cell like E. coli is known as translation, transcription, transformation, translocation. rDNA ആണ് into host cellോട്ട് like E. coli. എന്ത് പറയും? The process of introducing recombinant DNA into host cell അതിനെന്ത് പറയും? ട്രാൻസ്ലേഷൻ എന്ന് പറയും. എല്ലാവരും ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത്രയും നേരം പറഞ്ഞ സിമ്പിൾ തന്നെയായിരുന്നു. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലെ? കൺഫ്യൂസിംഗ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ. ഇൻട്രൊഡ്യൂസിങ് റിക്കോമിനന്റ് DNA into host cell. വേഗം ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ആൻസർ ചെയ്യണം. നമ്മളൊരു 20-21 പേരുണ്ട് അല്ലേ? ഓക്കെ, ഇതെല്ലാവരും ആൻസർ ചെയ്യണം, ശരിയാക്കും വേണം. വേഗം ആയിക്കോട്ടെ. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. The process of introducing rDNA, recombinant DNA into host cell like E. coli is known as translation, transcription, transformation, then translocation. വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അമീറ, ഫാത്തിമ, ആർഷ,
വേഗം വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. എന്ത് വരും ആൻസർ? യെസ്, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, then the specific property of DNA that allow it move towards the anode in electrophoresis is എന്താണ്? Positive charge from histones, negative charge from the phosphate group, then neutral charge, then hydrophobic nature. എന്തായിരിക്കും? Specific property of DNA that allow എന്താണ്? Move towards the anode in electrophoresis. അത് പോസിറ്റീവ് ചാർജ് ഫ്രം ഹിസ്റ്റോൺ ആണോ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഓൺ ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ് ആണോ, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് നാച്ചർ ആണോ? എന്താണ്? എന്ത് സ്പെസിഫിക് പ്രോപ്പർട്ടിയാ? എന്താണ്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ഒന്ന് കമന്റ് ചെയ്യാ. യെസ്, ഓപ്ഷൻ ബി, നെഗറ്റീവ് ചാർജ് ഫ്രം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. Negative charge from phosphate group. Okay, bioprocess engineering is primarily concerned with എന്താണ്? concerned with designing restriction enzyme, larger scale production of using microbes, and reading DNA sequences and naming new species. Bioprocess engineering is a primary concern with എന്താണ്? Designing restriction enzyme ആണോ, അല്ലെങ്കിൽ large scale production using microbes ആണോ, അല്ലെങ്കിൽ reading DNA sequences ആണോ, അല്ലെങ്കിൽ naming new species ആണോ? എന്തായിരിക്കും? യെസ്, വേഗം എന്തായിരിക്കും? ഓപ്ഷൻ ബി, large scale production using microbes. ഓപ്ഷൻ ബി. Which step follows expression of gene in a simple flow of recombinant rDNA technology? PCR amplification, isolation of DNA, downstream processing, ligation. എന്താണ്? ഏത് സ്റ്റെപ്പാണ്? Which step follows expression of gene in simple flow of recombinant DNA technology? PCR amplification, isolation of DNA, downstream processing, ligation. വേഗം, നമ്മുടെ MCQ തീരാനായി. വേഗം ഒന്ന് ആൻസർ ചെയ്യൂ. എന്തായിരിക്കും? വേഗം. യെസ്, ഓക്കെ, ഐസൊലേഷൻ ഓഫ് DNA. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, ബയോടെക്നോളജി പ്രോസസ്സിന്റെ MCQ സെക്ഷൻ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് MCQ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ആ സബ്ജക്റ്റ് കൂടെ പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് MCQ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും കൺഫർമേഷൻ ഉടനെ തന്നെ കൊടുക്കുക. ഇനി കൊടുത്തിട്ടില്ലാത്തവർ വേഗം തന്നെ കൊടുക്കുക. പഠിച്ചു തുടങ്ങാത്തവർ എന്തായാലും ഉണ്ടാകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലെ. നിങ്ങൾക്ക് പഠിച്ചത് ഇപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ. അതിൽ ഏറ്റവും ടഫ് തോന്നുന്നത് ഏത് സബ്ജക്റ്റ് ആണ്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്നു, ഏതാണ്? എല്ലാവരും ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഏരിയ ഫോക്കസ് ചെയ്യാമായിരുന്നു. ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ജയില് നമുക്കറിയാം 50 മാർക്സിന് MLT റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. MLT ചില കുട്ടികൾക്ക് ടഫ് ആയിരിക്കും അല്ലെ, മേ ബി MLT പഠിക്കാത്തവരുണ്ടായിരിക്കും. കാരണം MLTയിൽ വരുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. ബേസിക് നോളജ് ഓഫ് ലബോറട്ടറി കെമിക്കൽ, നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലാബിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ ഗ്ലാസ് വെയർ ക്ലീനിങ്, പിന്നെ ലാബിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നോളജ് ഓഫ് ബയോകെമിക്കൽ, ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ, വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ബ്ലഡ് ആൻഡ് ഫ്ലബട്ടോമി അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഹെമറ്റോളജി ചിലപ്പോൾ മേ ബി കുറച്ച് ടഫ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ്, ആ ഏരിയയും കുറച്ച് ചിലവർക്ക് കുറച്ച്, നമുക്ക് പലർക്കും പല ആയിരിക്കും. ചിലർക്ക് ഇത് ഈസി ആയിരിക്കും, ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും ടഫ്, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കും ടഫ്. ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനുശേഷം പിന്നെ ബയോ കെമിസ്ട്രിയിലോട്ട് വരുവാണ്. മൊഡ്യൂൾ 3 വരുമ്പോൾ ബാക്കി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻ ടെസ്റ്റുകളും കാര്യങ്ങളും, ലാബ് ഓട്ടോമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനുശേഷം പിന്നെ മൊഡ്യൂൾ 4 വരുമ്പോൾ മൈക്രോബയോളജി. അതിൽ സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ബാക്ടീരിയ ക്ലാസിഫിക്കേഷൻ. അത് ജസ്റ്റ് ബാക്ടീരിയയുടെ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സ്റ്റെയിനിങ്, കൾച്ചർ മീഡിയ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് അല്ലെ, സെറോളജിക്കൽ ടെക്നിക്, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള. എലൈസ, അങ്ങനെ PCR ഉണ്ട്, പിന്നെ വൈഡൽ ടെസ്റ്റ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പാരസൈറ്റോളജി ആണെങ്കിലും ഫിലാരിയാസിസും പിന്നെ പ്ലാസ്മോഡിയത്തിന്റെ അല്ലെ, അതിന്റെയും വളരെ കുറച്ച് ഏരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
പിന്നെ ഹെമറ്റോളജിയും ഹിസ്റ്റോടെക്നോളജിയും സൈറ്റോളജി ആണെങ്കിലും വളരെ ചെറിയ ഭാഗം തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫിസിക്സ്, അപ്പൊ 50 മാർക്ക് മൊത്തം ഇത്രയും ടോപ്പിക് എന്നാണ് വരിക. അതായത് നമ്മളെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ, ആ ഒരു പോർഷൻസ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോടെക്, സൈറ്റോളജി, മൈക്രോബയോളജി, പാരസൈറ്റോളജി, ബയോകെമിസ്ട്രി, ബ്ലഡ് ബാങ്കിങ്, ഫ്ലബട്ടോമി, ആ ഒരു ഏരിയ. അതിനുശേഷം പിന്നെ വരുന്ന ഭാഗങ്ങളാണ് നോൺ MLT സബ്ജക്ട്സ്. അതിലാണ് നമ്മുടെ ഫിസിക്സ് വരുന്നത്, കെമിസ്ട്രി വരുന്നത്, ബോട്ടണി വരുന്നത്, സുവോളജി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ പുറത്ത് ഈ കറണ്ട് അഫയേഴ്സ്, മാത്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഈ സിലബസ് മാത്രമേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബോട്ടണി, സുവോളജി ആണെങ്കിലും +2 പഠിച്ച നമ്മൾ സെയിം കാര്യങ്ങളാണ്. ഓക്കെ, അതിനെല്ലാം കൂടെ സമ്മപ്പ് ചെയ്തതാണ്. ഇപ്പൊ സുവോളജിയിലാണെങ്കിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി, അല്ലെ, മോളിക്കുലാർ ബയോളജി, ആ ഒരു ഏരിയ ആണ്. ഫിസിക്സിലും തെർമോഡൈനമിക്സും കൈനമാറ്റിക്സും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഓസിലേഷൻ, ആ ഒരു ഏരിയ. കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ ഓർഗാനിക്, ഇൻഓർഗാനിക് കെമിസ്ട്രി, അല്ലെങ്കിൽ P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഓർഗാനിക്കിലാണെങ്കിൽ ബാക്കി ബയോമോളിക്യൂൾസ്, പോളിമേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച സ്ട്രക്ചർ ഓഫ് ആറ്റം, അങ്ങനെ കുറച്ച് ഏരിയകളും. പിന്നെ ബേസിക് കെമിസ്ട്രി, എവരിഡേ ലൈഫ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ബോട്ടണിയിലും സെല്ലും ഈ ബയോടെക്നോളജി, എക്കോളജി, എക്കോസിസ്റ്റം, അങ്ങനെയൊക്കെയാണ് കവർ ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്തായാലും മേ ബി. അതിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നത് ഏത് ഏരിയ ആണെന്നൊന്ന് മെൻഷൻ ചെയ്യാവോ? ഫിസിക്സ്, കെമിസ്ട്രി ആണ് കൂടുതൽ പറയുന്നത് അല്ലേ? റിവിഷൻ നമ്മൾ ഓഗസ്റ്റ് ഒരു 3rd വീക്ക് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതുവരെയുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്തായിരുന്നോ? ടോപ്പിക് ഇതുവരെ എടുത്തത് എല്ലാവരും കവർ ചെയ്തോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പെൻഡിങ്ങോ എന്തെങ്കിലും ഉള്ളവരുണ്ടോ? റിവിഷന് മുന്നേ ഞാൻ പറഞ്ഞു, റിവിഷന് മുന്നേ നിങ്ങൾ ടോപ്പിക്കുകളെല്ലാം തറവായിട്ടിരിക്കണം കേട്ടോ. കാരണം നമ്മൾ റിവിഷന് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ റിവിഷൻ ടൈമിൽ നമ്മൾ മാക്സിമം ടോപ്പിക്, ഒരു റിവിഷൻ നിങ്ങൾക്ക് ടൈം ടേബിൾ വരുമ്പോൾ ഒരു ദിവസം 3-4 ക്ലാസ് ഒക്കെ കവർ ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് മുന്നേ റിവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പഠിച്ചത് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നതല്ല കേട്ടോ റിവിഷൻ. ഓക്കെ, റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ആദ്യമായിട്ട് പഠിക്കാനാണെങ്കിൽ അത് വേണ്ട, അതിന് മുന്നേ പഠിക്കുക. റിവിഷനായിട്ട് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഫ്ലബട്ടോമി. ഓക്കെ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി ആണ് എല്ലാവർക്കും ടഫ്. എനിക്ക് തോന്നുന്നു മേ ബി +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആയിട്ട് ഒരു കീപ്പ് ഇൻ ടച്ച് വന്നിട്ടുണ്ടായിരിക്കില്ല അല്ലെ? അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങളൊക്കെ തന്നെയാ. ഇപ്പൊ തെർമോഡൈനമിക്സിൽ നമ്മൾ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അല്ലെ, കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ മൂവിങ് പാർട്ടിക്കിൾസ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഓർക്കാവുന്നുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതേ അല്ല, എന്തായാലും ആദ്യമായിട്ട് പഠിക്കുന്നതേ അല്ല. ഓക്കെ, ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി ആണ്. ഓക്കെ, അനിമൽ കിങ്ഡം ഷോർട്ട് വീഡിയോ. ഓക്കെ, നമ്മൾ എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും സുവോളജി ഫാക്കൽറ്റീസിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം, ആ ഒരു ഏരിയന്റെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് MCQ സെക്ഷൻസും ഓക്കെ ഷോർട്ട് വീഡിയോ ടോപ്പിക്സും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിന്റെ ഭാഗം മാത്രം MCQ വേണമെങ്കിൽ, കാരണം ഇപ്പോൾ ഒരു ടോപ്പിക്കിന്റെ ഒരു 20, 30, 40 MCQ തീർന്ന് നമ്മൾ ആ ടോപ്പിക്കിൽ ഒരുവിധം എല്ലാം കവർ ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഏരിയ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ആരും പേടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒരു 2 മാസം ഒന്ന് കംപ്ലീറ്റ് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, +2 സയൻസ് പഠിച്ചു വന്ന അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത്രയധികം പഠിക്കാൻ നമുക്ക് ഇല്ല. +2 പഠിച്ച അത്ര എന്തായാലും ഇല്ല. ഓക്കെ, അപ്പൊ ആരും പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാം. സമയമുണ്ട് എന്ന് വെച്ച് ഉഴപ്പരുത്, സമയം അത്രക്കില്ല, 2 മാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉഴപ്പരുത്, നന്നായിട്ട് പഠിക്കുക. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും വെച്ച്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വേറെ ആരെയും വെച്ച് കമ്പയർ ചെയ്യണം. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക. അതായത് ആ കുട്ടി നന്നായിട്ട് എൻ്റെ ഒപ്പം ഒരേ സമയത്ത് ഇരുന്ന് പഠിച്ചതാ, പക്ഷെ ആ കുട്ടിയെല്ലാം കവർ ചെയ്ത് എനിക്ക് എന്താ കവർ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ചിന്തിക്കേണ്ട. ചിലപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കണേക്കാൾ എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്, ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് മുന്നേ ഒരുപാട് ചിലപ്പോൾ PSC ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ മുന്നേ എഴുതിയിരുന്നതാണ്, എനിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാം അല്ലെ, ന്യൂ ബിഗിനിങ് ആണെന്ന് വിചാരിക്കുക.
അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്